ഹായ് നമസ്കാരം. കാസർഗോഡ് നമ്മുടെ സ്വന്തം ചെറുവത്തൂർ. ഞാൻ ചെറുവത്തൂരാണ് ഉള്ളത്. ഇതാ നമ്മളെ വയലാണ്. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കൃഷിക്കാരുണ്ട്. പിന്നെ കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, പ്ലാവുണ്ട്, ചക്കയുണ്ട്, മാവുണ്ട്, എല്ലാ സംഭവമുണ്ട്. നമ്മുടെ നാട്ടിലൊരു ഉത്സവം വന്നാൽ, ഇപ്പോൾ പെരുങ്കളിയാട്ടം വന്നാൽ ഗൾഫിൽ നിന്നെല്ലാം പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് വരും. അതുപോലെ ഇലക്ഷൻ വരുമ്പോൾ അത് അവരിങ്ങോട്ട് വരും. എന്തുണ്ടെങ്കിലും അവരിവിടെ ഉണ്ടാവും. അവരാണ് നമ്മളെ നാട്ടിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനക്കാർ. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, ഉദുമ, കാസർഗോഡ്, മഞ്ചേശ്വരം 5 നിയമസഭാ മണ്ഡലമാണുള്ളത്. അപ്പോൾ ശക്താണ്. നാട് ഇലക്ഷൻ ചൂടിലാണ്. ഈ പാവങ്ങളും ചൂട്ടിലാണ്. വെള്ളമൊന്നും ഇല്ലാണ്ട് നോക്കിയേ, വെള്ളമെല്ലാം പറ്റിപ്പോയി. നിറയെ വെള്ളം ഉണ്ടായതാ. കണ്ടോ നമ്മളെ നാട് കണ്ടോ അല്ലേ? പ്രകൃതിയുടെ മടുത്തട്ട്. കൃഷിയെല്ലാം എങ്ങനെയുണ്ട്? കൃഷിയൊക്കെ നല്ല കൃഷിയാണ്. അതല്ലേ, നല്ല മോശമില്ല. നെല്ലിന് വിലയുണ്ടോ? നെല്ലിന് വിലയുണ്ട്. ഉണ്ടല്ലേ? 30 കിട്ടും ഒരു അതല്ലേ കിലോന്. പുതിയ തലമുറ കൃഷിക്കില്ല. ഇല്ല ഇല്ല. അവരിങ്ങനെ കാണാനും മാത്രം അതിന്റെ കാറ്റ് ആസ്വദിക്കാൻ, വയൽക്കാറ്റ് അല്ലേ? തൊഴിലുറപ്പുകാരും നടക്കൂല. ഇലക്ഷൻ വരുന്നല്ലേ? നമുക്ക് മെയിൻ കൃഷിയാണ്. നിങ്ങൾ ഈ സർക്കാർ ഈ പുതിയ വന്നാലോ, ഇനി ഇല്ല സർക്കാർ വന്നാലോ വികസനം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമുക്ക് കൃഷിക്ക് കുറെ ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട്. നെല്ലിന് സബ്സിഡി കിട്ടാനുണ്ട്, ഉൽപാദന ബോണസ് കിട്ടും. അങ്ങനെ കൃഷി നഷ്ടമൊന്നുമില്ല. നമുക്കൊന്ന് ശരിക്കാം. നിങ്ങളെല്ലാരും വേണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇനി എങ്ങനെ മാറണോ, മാറി വരണോ, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇതേ ഭരണം തന്നെ തുടർന്ന് പോകണം. 2000 രൂപ മാസം കിട്ടുന്നുണ്ട്. ഇപ്പം നടക്കും പോലെ നടക്കട്ടെ എന്നുള്ളത് അതന്നെ. ഇപ്രാവശ്യം ഇൻഷാ അല്ലാ നമ്മളെ സന്ദീപ് വാര്യർ വന്നിട്ടുണ്ട്. തൂക്കിയെടുക്കും സന്ദീപ് വാര്യർ. ഇങ്ങോട്ട് വന്നേ. മതി മീൻ പിടിച്ചു വന്നേ. നമ്മുടെ കാസർഗോഡ് സപ്തഭാഷാ സംഗമ ഭൂമിയാണ്. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുഴകളുള്ള നാടാണ്, ജില്ലയാണ് നമ്മുടേത്. സന്തോഷമാണ്. ഇത് തേജസ്വിനി പുഴ. ഇതിനൊരു ചരിത്രമുണ്ട്, കയ്യൂർ സമരചരിത്രം. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ തേജസ്വിനി പുഴ. അപ്പോൾ നല്ല പ്രകൃതി മനോഹരമായ നമ്മുടെ നാട്. അപ്പോൾ ഒരു രാവിലെ പോയ ഒരാളാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും മൂപ്പർക്ക് കിട്ടിയിട്ടാന്ന് തോന്നുന്നു. ഇലക്ഷനാണ് വരുന്നത്, പക്ഷെ അതിൻ്റെ ചൂടൊന്നും വരണത്രേ. അതെയാ, ശരിയായിട്ടാ ചൂട് വരണത്രേ. ആഘോഷമാണല്ലേ എന്ത് പറഞ്ഞാലും. ഈ പ്രാവശ്യം കൂടുതൽ ആഘോഷം കൂടുതലല്ലേ? അതെ അതെ, തെയ്യവും കളിയാട്ടവും മറ്റല്ലേ. അതെ. വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ആള് അങ്ങനെ വന്നിട്ടേ ഇല്ല. കോൺഗ്രസിന്റെ സ്ഥാനത്ത് സന്ദീപ് വാര്യർ പള്ളിക്കിടന്ന് കണ്ടിട്ട് മറ്റാരും ഇതുവരെ വരണത്രേ. സന്ദീപ് വാര്യർ കണ്ടില്ലേ? പള്ളിക്കിടന്ന് കണ്ടു. നമ്മളെ ഇവിടുത്തെ വേറെ LDF സ്ഥാനാർത്ഥി മുസ്തഫ നമ്മളെ ഇവിടെ വന്നിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിരിക്കാത്തവരൊക്കെ ചിരിക്കുന്നുണ്ടോ രാഷ്ട്രീയക്കാര്? അത് പിന്നെ പ്രത്യേക ചിരിയുണ്ടല്ലോ. പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവം കാര്യമായത് നമുക്ക് സാധാരണക്കാരൻ ജീവിക്കുന്ന സംഭവം ഇപ്പോൾ ഉണ്ട്. ഒരുപാട് വലിയ വലിയ സ്വപ്നം കാണാൻ പറ്റൂലല്ലോ. അതെ അതെ. നമ്മളെ ജീവിക്കുന്നത് നമ്മളെ പണിയെടുത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പിന്നെ നാടിന്റെ വികസനം എന്ന് പറഞ്ഞാൽ അവർ ഉണ്ടാക്കി തരേണ്ട തന്നെയാണ്. അതിനാണ് നമ്മളെ വോട്ട് ചെയ്യുന്നത്. നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ ചെറുത്തിനപ്പുറം മൈച്ച തൊഴിലുറപ്പിന്റെ പണിയല്ലേ? പണിയെല്ലാം ഉണ്ടല്ലോ അല്ലേ? ഇത് വലിയ വിഷയമാണ് മൈച്ചേന്റെ കുടിവെള്ള പ്രശ്നം എപ്പോഴും ഒരു പ്രശ്നമാണ്. അശോക മതി പണിയെടുത്ത് ഒന്ന് എന്നെ നോക്ക്. പഴയ ക്ലാസ്മേറ്റിനെ കാണുമ്പോൾ ഒരു മൈൻഡില്ലാത്ത എന്താ വികസനം എങ്ങനെയുണ്ട്? അടിപൊളി തന്നെയോ? എങ്ങനെയാണ് കാര്യങ്ങള്? ഇവിടുത്തെ കുടിവെള്ള പദ്ധതിന്റെ ഇത് അറിയില്ല. മെയിനായിട്ടുള്ള പ്രശ്നം നമ്മൾ ടീമാണ്. എൻ്റെ വീട് സ്കൂളിൽ തൊട്ടടുത്താണ്. നമ്മൾ വെള്ളം കുടിക്കാൻ പറ്റുമോ അല്ലേ? ഉപ്മാവാകുന്ന എൻ്റെ അമ്മ. ആ പച്ചപ്പുല്ലെല്ലാം കിട്ടുന്നുണ്ടല്ലോ, ഉണ്ടല്ലോ എന്ന് പറയാനല്ലേ പറ. എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം? നല്ല തന്നെ നമുക്ക് ജീവിച്ചു പോവാ. ഇതിന് വേണ്ടുന്ന ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ജീവിച്ചു പോവാ. നല്ല നാട്. നിങ്ങളിപ്പോ ആര് വരണമെന്നാണ് അങ്ങനെ ഉണ്ടോ? LDF. ഇപ്പൊ നിലവില് ഉള്ളത് വേണോ അല്ല പുതിയ കാര്യം വേണം? നിങ്ങൾ എങ്ങനെ? പുതിയ വരണം എന്നാ പറയുന്നു. ഒന്ന് മാറ്റം വരണം. ചേഞ്ച് ആവാനാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും ചേഞ്ചായി കിട്ടണം. കുറ്റ്യാട്ടൂർ മാങ്ങയിട്ട് കഴിക്കാം നിങ്ങൾക്ക്. നാട്ടിലെ മാങ്ങ നാട്ടിലെ മാങ്ങയാണ്. കുറ്റ്യാട്ടൂർ വേറെ,
നമ്മളെ നാട്ടിൽ ചെറുവത്തൂർ നാട്ടിലെ മാങ്ങ അതിൻ്റെ രുചി ഏത് നാട്ടിലെ മാങ്ങക്കും ഉണ്ടാവില്ല. വോട്ടിയില്ലേ? വോട്ട് ചെയ്യൂലേന്നാ പിന്നെ ഇത്ര കാലം ഞാൻ വോട്ട് ചെയ്തോണ്ടില്ലേ, എന്നും ചെയ്യും. ഓപ്പൺ വോട്ടാ? ഏയ് ഓപ്പൺ വോട്ടിന്റെ ആവശ്യമില്ല എനിക്ക്. അതിന്റെ ആവശ്യമില്ല. ശരിക്കും ഞാൻ വേണം വേറെ ആർക്കെങ്കിലും ഓപ്പൺ വോട്ട് ചെയ്ത് കൊടുക്കും. അത് വേണോ ചെയ്യും. എന്താണ് വികസനം വേണ്ടത്? ഇവിടെയാ നമ്മളെ വീട്ടിലല്ല, കൂസിട്ടാത്തോണ്ട് പാർട്ടി മാറുന്ന ആൾക്കാരല്ല അമ്മ. നമ്മള് നാടിന്റെ വികസനം നമുക്കൊന്നും വേണ്ട. നാടിന്റെ വികസനം എല്ലാ ഭാഗത്തും റോഡ് വേണം കാര്യമായിട്ട്. പണ്ട് പണ്ടേ ഉണ്ടല്ലോ ഇലക്ഷൻ. ഞാൻ എന്റെ ഭയങ്കര നടി അല്ലേ? സ്ഥിരം പരിപാടിയാണ് നടി. സ്ഥിരം പരിപാടി. വൈകുന്നേരം ആകുമ്പം നായ്ക്കൂറിന പൊടി പാട്ടില് അതെല്ലാം ഉണ്ടായിനി. പക്ഷെ ഇപ്പൊ അതില്ല. ഇപ്പൊ അതില്ല. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ആവശ്യമില്ലാത്ത നായ്ക്കൂറിന പൊടി ഇപ്പൊ കിട്ടാനില്ല. ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളെ തലമുറ അല്ല, നിങ്ങളൊരു കാലഘട്ടം എല്ലാം അടിപൊളിയാണ്. പണ്ട് അച്ഛൻ നമ്മളെ സെക്കൻഡ് ഷോനെ കൂട്ടി കൊണ്ടുപോകില്ലേ, ജയന്റെ നസീറിന്റെ എല്ലാവരുടെ പടവും ഒരു ആഴ്ചക്ക് രണ്ട് പടമാരെ 2-3 സെക്കൻഡ്. അച്ഛൻ കല്യാണം കഴിക്കുന്നതിന് പെട്ടാണ് ഞാൻ പുന്നപ്പുറ വയലാറ് കണ്ടിനി. എന്താ മോതയാ? ചെറിയതാകുമ്പോ നമ്മ അന്നേരം അമ്മേനെല്ലാം കൂട്ടിട്ട് ഞങ്ങൾ കൊറേ പാക്കനറിയില്ലേ, കൊറേ സെറ്റായിട്ട് പോകും. പിന്നെ ചൂട്ടും കത്തിച്ചിട്ട് പിന്നെ ഒരു പാട്ട് ഈ മൊബൈലുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയില്ല. എന്തിനാണീ കൈവിലങ്ങുകൾ, എന്തിനാണി മതിലുകൾ, ഇന്നു നാട്ടിൽ നമുക്കു ചുറ്റും എന്തിനീരും വഴികൾ, എന്തിനീരും വഴികൾ. ഇപ്പൊ 75 ഇത് കുഴപ്പമില്ലാണ്ട് പോയില്ലേ പാട്ട്? ഇനി ഞാൻ പാടണ? എനിക്ക് പാട്ടൊന്നും അറിയില്ല. അത് കറക്റ്റ് അറിയാം. അത് ശരിയാ. സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്, രക്തസാക്ഷികളെ രക്തസാക്ഷികളെ, ജനാന്തരങ്ങളിൽ ഇന്ത്യ വിടർത്തി രാജമല്ലിപ്പൂവുകളെ. ശരി, ഇത് തിന്നോ? അതാടെ വെച്ചേ മുറിക്കാണ്ട് തിന്നാനാവില്ല. ഇത് കണ്ണൻ മാഷ് ചെറുവത്തൂര്. അത് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ആദ്യം കണ്ട നേതാവാരാ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ കണ്ണൻ മാഷേ പറയുള്ളൂ. ഏത് കാലത്ത് 73 ജയിലിൽ കിടന്നിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ അല്ലേ? 73, അതായത് 50 വർഷം മുമ്പേ ജയിലിൽ കിടന്നാലെ സമര പോരാളിയാണ് കണ്ണൻ മാഷ്. മാഷ് പൊളിറ്റിക്സ് ഉണ്ട്, സജീവമാണ്, ഇടപെടുന്നത്, എല്ലാ കാര്യങ്ങൾക്കും ഇടുന്നത്. ഇപ്പം തന്നെ ഏതൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്നത് 85 വയസ്സ് കഴിഞ്ഞ മാഷാണ്. ഇപ്പോൾ ഊർജ്ജമാണ്, ആ പവറിൽ നിൽക്കുകയാണ്. അപ്പോൾ മാഷെ തിരഞ്ഞെടുപ്പാന്ന് വരുന്നത്. അത് ചൂടല്ലേ? അതെ, നല്ല ചൂടാണ്. 99 സീറ്റുണ്ട്. ആ സീറ്റ് കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മൂന്നാമതും എതിർപക്ഷത്തിനകത്ത് കൊള്ളുമ്പോൾ അധികാരത്തിൽ വരും. മഞ്ചേശ്വരം മാത്രം എളുപ്പമല്ല, കാരണം BJPയുടെ കോട്ട സ്ഥാനത്ത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാസർഗോഡ് അപ്പം 4 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് കൃത്യമായി പോരാട്ടം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ഭരണ സംവിധാനം വരാൻ വേണ്ടി പോകുന്നു. മെഡിക്കൽ കോളേജ് എന്തുകൊണ്ടാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് പാസ്സാക്കിയെങ്കിലും പക്ഷേ ഈ വടക്കം ഭാഗത്തോട്ടുള്ള അവഗണന എന്ന് പറയാൻ പറ്റില്ല. അത് കൊടുത്തില്ലേ, ഈ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറക്റ്റ്. എല്ലാ വിജയവും ആശംസിക്കാം. ഇപ്പൊ നിലവിലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന സർക്കാരിനെ ആയിരിക്കും വരേണ്ടത്. എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ എഴുതിവരെ എത്തി. നല്ല കാര്യം ചെയ്തുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസനം എന്താണ് ഇപ്പൊ സർക്കാരിനോട് പറയാനില്ല? പുതിയ സർക്കാർ എന്തായാലും വരും. ഇരിക്കുന്നു അടിപൊളി. പൊട്ടിപ്പോയില്ല? ഇല്ല, ഒന്നും ആവില്ല. ഇനിയുള്ള കാലം ഞങ്ങളെ കൈവിട്ടുകൂടാന്നുണ്ട്. UDFന്റെ ജയപ്രകാശ് സജീവ പ്രവർത്തകനാണ്. അപ്പോൾ എങ്ങനെയാണ് UDFന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ചിട്ട്? സ്ഥാനാർത്ഥി നിർണയത്തിൽ കുറച്ച് വൈകിയാണെങ്കിലും പക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച പിന്നെ പ്രവർത്തകർ നല്ല സജീവമായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് UDFനാണ്. അപ്പോൾ എന്തായാലും ഉഷാറട്ടെ. എനിക്കൊരു ആളെയും കൂടെ കാണാനുണ്ട്. കാര്യം ചന്ദ്രേട്ടാ, നമ്മുടെ AK ചന്ദ്രേട്ടൻ കാര്യമാണ്. ചന്ദ്രേട്ടൻ നല്ല പൊതുപ്രവർത്തകനാണ്, BJPന്റെ ഒരു അനുഭാവിയാണ്. നിങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും? നമുക്ക് 100% വിജയപ്രതീക്ഷ തന്നെയാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഉള്ളത്. ഡബിൾ എഞ്ച് സർക്കാർ നമ്മൾ കേരളത്തിൽ വരുമ്പോൾ ആനുപാതികമായിട്ട് നമ്മുടെ ജില്ലക്കും നമ്മുടെ മണ്ഡലത്തിനും അതിനനുസരിച്ചുള്ള ഒരു മാറ്റം ഉണ്ടാകും. മോഡിജി അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് താഴെത്തട്ടിലടക്കം നടപ്പിലാക്കുന്നു. സ്നേഹം കാണാം. ഓക്കെ. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുന്ന ഒരു പോളിംഗ് ബൂത്താണ് കോവൽ AP സ്കൂൾ. ഇതാ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലാണ്.
നമുക്ക് വോട്ട്. അപ്പോൾ ഈടെ വന്നിട്ടാണ് എന്നും വോട്ട് ചെയ്യല്. ഇതില് എത്ര MLA അവിടെ നിന്ന് ആഗ്രഹമില്ലേ? എല്ലാവരും MLA, ഒരു MLA അടിപൊളിയായിട്ട് അത് കലക്കാൻ. നാടിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി ശക്തമായി അല്ലേ? തുടർച്ചയായി 10 കൊല്ലം UDF ഭരിച്ചാലും LDF ഭരിച്ചാലും മോശമാണ്. ഇപ്പം തന്നെ വേൾഡ് കടത്തിൽ റിക്കാർഡ് കേരളത്തിനാണ്. അത് ഇതാവും. അതുകൊണ്ട് എന്താക്ക് ഒന്നും ജനങ്ങൾക്കൊന്ന് മാറ്റിമറിക്കണം. അത്ര നല്ലത്, ജനങ്ങൾക്ക് നല്ലത്. വീണ്ടും സന്ധിക്കുമ്പോൾ വണക്കം. അതെ, ലോകത്ത് ഏടെ മലയാളി ഉണ്ടെങ്കിലും വോട്ട് ചെയ്യാൻ കൃത്യമായിട്ട് വരും. അതാണ് മലയാളികളുടെ പ്രത്യേകത. കാരണം ജനാധിപത്യ രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വോട്ട് ചെയ്യാൻ നമ്മുടെ ഓരോ അവകാശമാണ്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഷൂട്ടിങ്ങിന് പോന്ന്. ഇന്ന് പോയി കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ തലേന്ന് കൃത്യമായി എത്തും. ഞാൻ 9-ാം തീയതി നമ്മൾ വോട്ട് ചെയ്യും. വരെ വൈകുന്നേരം തിരിച്ചു പോകും. ടാറ്റാ.